നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഹോൾസ് കാണുന്നുണ്ടോ? കൈ കൊണ്ട് തുന്നിയെടുത്താണ്. നമ്മൾ മെഷീൻ്റെ അടിച്ച പോലെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ടൂളില്ലേ, ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തുന്നി കഴിഞ്ഞ ഹോളാണിത്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ മൂല കുത്തിയിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അങ്ങനെ കീറി എടുക്കുക. എന്താ ഹായ് ഗൈസ്, നമ്മളിന്ന് ബട്ടൺ എങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത് കേട്ടോ. വലിയ സെറ്റൊക്കെ ആകുമ്പോൾ നോർമലായിട്ട് മുകളിൽ നിന്ന് ഈ നെക്കിൻ്റെ അടിഭാഗത്ത് 2 ഇഞ്ചോ 2.25 ഇഞ്ചൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വരയിടുക. ഞാൻ 2.25 ഇടുന്നുണ്ട്, പക്ഷേ എനിക്ക് 2.25 വേണം. പിന്നെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഗ്യാപ്പിടാം. കുറയരുത്, 2.5 കുറയരുത്. 2.5 കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായി പോകും. മുകളിൽ നമ്മൾ 2.25 മാർക്ക് ചെയ്തിട്ടുണ്ട്, അടിയിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 17 ഇഞ്ചുണ്ട്. 17നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ ചിലപ്പോൾ 17 കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. 1 3 ആകുമ്പോൾ 7 വരും, 14 വരും, 14 അപ്പോൾ 3.5 വെച്ച് മതി. 3.5 മാർക്ക് ചെയ്താൽ മതി. 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. കറക്റ്റ് ഗ്യാപ്പാണ് 3.5 ഇഞ്ച്. 3.5 ഇഞ്ച് ഗ്യാപ്പിൽ 1 2 3 4 5 6 വട്ടം വരുന്നത് ബോഡിയിൽ. പിന്നെ നെക്ക് കഫ് നോർമലായിട്ട് മാർക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് അടിക്കാനുള്ളത്? സാധാരണ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഓൾ തുന്നലല്ലേ, അപ്പോൾ ഇത് മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയിൽ ഓൾ അടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അപ്പോൾ ഞാൻ ഓൾസ് തുന്നുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ കറക്റ്റ് ഈ ഇത് സെൻറ്ററായിട്ട് വരുന്ന പോലെ ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് തുന്നിയെടുക്കണം. അപ്പോൾ ക്യാമറ പിടിക്കാൻ ആളില്ലെന്ന്, അപ്പം മുകളിൽ ജസ്റ്റ് വെച്ചിട്ടുള്ള ചെറിയ ഇളക്കൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കുത്തി തുന്നിയെടുക്കുക. ആദ്യത്തെ കുത്തി ഇങ്ങനെ കുത്തിയെടുക്കുക. കണ്ടില്ലേ? അടുത്ത കുത്ത് അതിന് താരിയിട്ട് തന്നെ ഉണ്ടോ ചാടിയിട്ട് തന്നെ കുത്തി വരുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കുത്താൻ നോക്കുക കേട്ടോ. ലെവലായിട്ട് ഓട്സ് പിന്നെ ചെരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അധികം വലിച്ച് ടൈറ്റ് ചെയ്യരുത്, ചുളിഞ്ഞ് വരും. നമ്മൾ ഓൾസ് കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഓൾസ് തുന്നുമ്പോൾ അതിൻ്റെ വക്കില്ലേ അത് മടങ്ങിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ തുന്നിയെടുത്തിട്ട് രണ്ടാമത് കട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ ടൈം എടുത്ത് ചെയ്ത് വരണമെങ്കിൽ ക്ഷമ നല്ല വേണം. ക്ഷമയില്ലാത്തവരെന്ത് ചെയ്യുക, ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുക. 15 രൂപ 20 രൂപയൊക്കെ കൊടുത്തിട്ട് ഓട്സ് അടിച്ച് ബട്ടണം വെച്ച് തരും. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രാക്ടീസ് ചെയ്യാതെ ഇത് കഴിയില്ല കേട്ടോ. ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന വേണം. സ്റ്റിച്ച് ഉണ്ടോ, സ്റ്റിച്ച് കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് ഇന്നിവിടെ വരെ തുന്നി ഇപ്പുറത്തെ സൈഡ് പിന്നെയും സ്റ്റിച്ചിടണം. അതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് എടുത്ത് ചോദിക്കട്ടെ. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക. നല്ല അഭിപ്രായമാണെങ്കിലും മോശം അഭിപ്രായമാണെങ്കിലും എന്നാലും നമുക്ക് അതിനനുസരിച്ചിട്ട് പിന്നെ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ മാക്സിമം കമൻ്റ് ചെയ്യുക. ലൈക്കൊന്നും പിന്നെ പ്രശ്നമുള്ള കാര്യമില്ല, കമൻ്റ് ചെയ്തോളൂ നിങ്ങൾ. ഞാനത് മുഴുവൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ തുന്നുന്നത് ഈ ടൂളില്ലേ, ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തുന്നി കഴിഞ്ഞ ഹോളാണിത്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ മൂല കുത്തിയിട്ട് അങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അങ്ങനെ കീറി എടുക്കുക. എന്താ എന്നിട്ട് ചിലപ്പം കുറവുണ്ടെങ്കിൽ ഈ മൂലയും കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നമുക്കിനി ഇതിൽ ബട്ടൺസ് നമ്മൾ ഇടുന്നത് നോക്കാം. എന്താ ബട്ടൺസ് എടുത്തിട്ടുണ്ട്. അടിയിലൂടെ നമ്മുടെ ബട്ടൺസ് ഇതാ. എന്താ ചെറിയ ടൈറ്റ് ഉണ്ട്, പക്ഷെ 2 പ്രാവശ്യം ഇടുമ്പോൾ അത് റെഡിയാവും. എന്താ ഇങ്ങനെ വരും. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തുന്നിയെടുത്ത ഹോൾസാണിത്.